എന്നും പൂ തരുമെന്നൊക്കെ പറഞ്ഞാലും എൻ്റെ താല്പര്യത്തിൽപ്പെട്ട ഒരു ചെടിയുടെ കൂട്ടത്തിൽ പെടുന്ന ആളല്ല കേട്ടോ ഈ ബോൾസ്. ഇതിൻ്റെ പേര് ബോൾസ് എന്നല്ലേ? ഒരു ബോൾസ് വെറൈറ്റിപ്പെട്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മെയിൻ പ്രശ്നം നമ്മളിത് എവിടെ കൊണ്ട് നട്ടു വെച്ചാലും കുറച്ച് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് അതിങ്ങനെ ഇവിടെ മുഴുവൻ അങ്ങ് പടരും. കുഞ്ഞു കുഞ്ഞു തൈകളായിരിക്കും അപ്പിടി. അതുകൊണ്ട് ഞാൻ ഇതിന് സീഡ് ഉണ്ടായതെല്ലാം പിച്ചി അങ്ങ് കളഞ്ഞേ. അല്ലെങ്കിൽ മറ്റു ചെടികൾ വെക്കാനുള്ള ഇടയൊന്നും പിന്നെ അവിടെ കാണത്തില്ല. ഇതുണ്ടായി വന്നിട്ട് പറിച്ച് കളയുന്നതിലും ഭേദം ഇപ്പോഴേയും കളയുന്നതാണല്ലോ. എനിക്കിതെപ്പോഴോ കിട്ടിയപ്പം കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ നട്ടു വെച്ചെന്നേ ഉള്ളായിരുന്നു. പിന്നെ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു, അമ്മ എനിക്ക് ഫിലോഡൻഡ്രോൺ തന്നപ്പം ഈ വലിയ പോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടിയതിനെ ഓരോ കുഞ്ഞു കുഞ്ഞു പോട്ടിലാക്കി വെച്ചേക്കുമായിരുന്നു. അതിൽ 2 പോട്ട് തീരെ ചെറുതാ. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ വലിയ പോട്ടിലോട്ട് ആക്കണമെന്ന് കുറച്ച് നാളായിട്ട് ഓർക്കുന്നു. എൻ്റെ വലിയ പോട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ബക്കറ്റ് പൊട്ടിയപ്പം ആ ബക്കറ്റും പിന്നെ കുറച്ച് പെയിന്റ് പാത്രമൊക്കെ ഞാൻ കഴുകി പിറക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെടി വെക്കാൻ നേരത്തൊക്കെ ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാമല്ലോ. കട്ടി തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. നമ്മുടെ സോൾഡറിങ് അയൺ വെച്ച് കുറച്ച് ഹോളോട് ഇട്ടിട്ട് അതിനകത്തോട്ടങ്ങ് നട്ടു വെക്കാന്ന് ഓർത്തേ. ഇത്രയും വലിയ ബക്കറ്റിനകത്ത് മണ്ണ് നിറയ്ക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് അല്ലേ? ഭയങ്കര വെയിറ്റും ആയിപ്പോവും. ആദ്യം ഒരു ലെയർ തെർമോക്കോൾ ആക്കിയിട്ട് കഴിഞ്ഞ് ഒരു ലെയർ മണ്ണിട്ടു, പിന്നെ ഒരു ലെയർ തെർമോക്കോൾ ഇട്ടു, പിന്നെ ഒരു ലെയർ മണ്ണിട്ട്, അങ്ങനെ പോട്ട് മിക്സ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വെറും മണ്ണ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി ഇത് കുഴിച്ചു വെച്ചു. ഈ തെർമോക്കോൾ ഇട്ടാൽ ഒരുപാട് ഉറച്ചു പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് വലുതായിട്ട് വരത്തില്ല കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞതാ, അത്യാവശ്യം ഡ്രെയിനേജ് ഉള്ള മണ്ണായിട്ട് നിന്നോളൂ. ഇനിയിപ്പോൾ അതിന് സ്വാതന്ത്ര്യമായിട്ട് വേരുകളൊക്കെ ഇറക്കാമല്ലോ. നല്ല ബുഷിയായിട്ട് വന്നു കഴിയുമ്പോൾ ഈ ബക്കറ്റ് അങ്ങനെ കാണത്തോ ഇല്ല. ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോഴും നമുക്ക് നടാൻ പുതിയ പുതിയ ചെടികളൊന്നും കിട്ടുകയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു കുരുകുരുപ്പാണേ കൈക്ക്. കുറച്ചും കൂടെ പ്ലാന്റ്സ് ഒക്കെ എൻ്റെ ഗാർഡൻ ശേഖരത്തിലോട്ട് കൊണ്ടുവരണം. കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ്. പൈസ മുടക്കി പ്ലാന്റ്സ് ഒന്നും മേടിക്കരുതെന്നൊക്കെ വിചാരിച്ച, പക്ഷേ ഇതിനോടുള്ള ഓവർ അഡിക്ഷൻ കാരണം അറിയാതെ അങ്ങ് മേടിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.